ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ്. Acceptance sampling is an inspection procedure evaluating a portion of the product or a specific quantity of material in a lot for the purpose of accepting or rejecting the lot as either conforming to a quality specification. ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസ്പെക്ഷൻ പ്രൊസീജിയറാണ്. ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു പോർഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒരു ലോട്ട് ഓഫ് പ്രോഡക്റ്റ്, അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ ഗ്രൂപ്പ് ആക്സെപ്റ്റ് ചെയ്യുക റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്പെക്ഷൻ പ്രൊസീജിയറാണ് ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ്. Inspection for acceptance purpose is carried out at many stages in manufacturing. There are generally two ways in which inspection is carried out. നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ ഇൻസ്പെക്ഷൻ, അതായത് ഒരു പ്രോഡക്റ്റ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഇൻസ്പെക്ഷൻ നടക്കുന്നത് മാനുഫാക്ചറിൻ്റെ പല സ്റ്റേജുകളിലാണ്. മെയിനായിട്ട് രണ്ട് വേസിലാണ് ഇൻസ്പെക്ഷൻ നടക്കുക. ഫസ്റ്റ് വൺ 100% ഇൻസ്പെക്ഷൻ, സെക്കൻഡ് സാമ്പിളിംഗ് ഇൻസ്പെക്ഷൻ. In 100% inspection, all the parts or products are subjected to inspection. 100% ഇൻസ്പെക്ഷനിൽ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ എല്ലാ പാർട്സ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോഡക്റ്റ് ആണെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് പ്രോഡക്റ്റിലെ എല്ലാ പ്രോഡക്റ്റും ഇൻസ്പെക്ട് ചെയ്യും. Whereas in sampling inspection, only a sample is drawn from the lot and inspected. അല്ലാതെ സാമ്പിളിംഗ് ഇൻസ്പെക്ഷൻ ആണെങ്കിൽ ഒരു ഗ്രൂപ്പ്, ഒരു ലോട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പ്രോഡക്റ്റ് ആണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ കുറച്ച് സാമ്പിൾസ് എടുത്തതിന് ശേഷം അത് ഇൻസ്പെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് സാമ്പിളിംഗ് ഇൻസ്പെക്ഷൻ. പർപ്പസ് ഓഫ് സാമ്പിളിംഗ് ഇൻസ്പെക്ഷൻ: ടു ഡിസൈഡ് വെദർ ടു ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് എ കൺസൈൻമെൻറ്റ്, to control the level of the outgoing quality through proper inspection procedure, to discriminate effectively between good and bad lots. സാമ്പിളിംഗ് ഇൻസ്പെക്ഷൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രോഡക്റ്റ് റിജക്റ്റ് ചെയ്യണോ ആക്സെപ്റ്റ് ചെയ്യണോ എന്ന് ഡിസൈഡ് ചെയ്യാം. അതുപോലെ പുറത്ത് പോകണം അല്ലെങ്കിൽ കസ്റ്റമറിന് കൊടുക്കണ ഒരു പ്രോഡക്റ്റ് അത് കറക്റ്റ് ക്വാളിറ്റി, അതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുക പ്രോപ്പർ ഇൻസ്പെക്ഷൻ പ്രൊസീജിയറിലൂടെ. അതുപോലെ നമുക്ക് നല്ല പ്രോഡക്റ്റിൻ്റെ ഗ്രൂപ്പും അതുപോലെ ചീത്ത പ്രോഡക്റ്റിൻ്റെ ഗ്രൂപ്പും നല്ലതല്ലാത്ത ഡിഫക്റ്റുള്ള പ്രോഡക്റ്റിൻ്റെ ഗ്രൂപ്പും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫക്റ്റീവ്ലി തരംതിരിക്കാൻ പറ്റും. നീഡ് ഫോർ സാമ്പിളിംഗ് ഇൻസ്പെക്ഷൻ: In mass production, all the products are not inspected because it will take a lot of time and effort and hence it become costly. Therefore, sampling inspection is used. അടുത്തത് സാമ്പിളിംഗ് ഇൻസ്പെക്ഷൻ ആവശ്യം വരുന്നത് മെയിനായിട്ട് മാസ് പ്രൊഡക്ഷനിലാണ്. മാസ് പ്രൊഡക്ഷനിൽ ഒരുപാട് പ്രോഡക്റ്റ് ഉള്ളതുകൊണ്ട് എല്ലാ പ്രോഡക്റ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറ്റ് എ ടൈം നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അങ്ങനെ എല്ലാ പ്രോഡക്റ്റും ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ സാമ്പിളിംഗ് ഇൻസ്പെക്ഷനാണ് യൂസ് ചെയ്യുക. സാമ്പിളിംഗ് ഇൻസ്പെക്ഷൻ ഈസ് ദ ഓൺലി മെത്തഡ് ഇഫ് പ്രോഡക്ട്സ് ആർ to be inspected by destructive tests such as tensile test on ball, brake test on welded joint. സാമ്പിളിംഗ് ഇൻസ്പെക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് ചില ഇൻസ്പെക്ഷൻ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിലൂടെ ചെയ്യുന്നത്, അതായത് ടെൻസൈൽ ടെസ്റ്റ്, ബ്രേക്ക് ടെസ്റ്റ്, ഇങ്ങനെയുള്ള ടെസ്റ്റിലൂടെ ഇൻസ്പെക്ഷൻ ചെയ്യുന്ന പ്രോഡക്റ്റിന് നമ്മൾ സാമ്പിളിംഗ് ഇൻസ്പെക്ഷൻ മെത്തേഡാണ് യൂസ് ചെയ്യാറ്. During inspection, handling of products may introduce defects. Sometimes handling may damage the products. In such cases, sampling inspection is needed. ഇൻസ്പെക്ഷൻ ചെയ്യുന്ന സമയത്ത് ചില പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യും, ഡിഫക്റ്റ് ആയിട്ടാണ് കാണിക്കുക. അങ്ങനെയുള്ള ചില കേസുകളിൽ ഡാമേജ് ഉള്ള പ്രോഡക്റ്റ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ സാമ്പിളിംഗ് ഇൻസ്പെക്ഷനാണ് ആവശ്യപ്പെടുക. നെക്സ്റ്റ്, യൂസ് ഓഫ് സാമ്പിളിംഗ് ഇൻസ്പെക്ഷൻ: to decide the acceptability of incoming item to the factory, to decide the acceptability or quality of the outgoing product. Same, an item once drawn is not placed back in the lot. To improve the quality of material supplied by the vendors. When inspection is to be done, fast sampling is used. സാമ്പിളിംഗ് ഇൻസ്പെക്ഷൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫാക്ടറിക്ക് വരുന്ന ഒരു ഇൻകമ്മിങ് ഐറ്റംസ് ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. അതുപോലെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഔട്ട് ഗോയിങ് കൊടുക്കുമ്പോൾ അതിൻ്റെ ആക്സെപ്റ്റബിലിറ്റിയും ക്വാളിറ്റി ഡിസൈഡ് ചെയ്യുക.
പിന്നെ ഒരു ക്വാളിറ്റി സപ്ലൈയിൽ നിന്ന് വരുന്ന ഒരു ക്വാളിറ്റി മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യിക്കുക. അതുപോലെ സാമ്പിളിങ്ങിലൂടെ നമുക്ക് ഇൻസ്പെക്ഷൻ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ് ഓഫ് സാമ്പിളിംഗ്. റിസ്ക് ഓഫ് മേക്കിംഗ് റോങ് ഡിസിഷൻ. ദർ ആർ 2 types ഓഫ് റോങ് ഡിസിഷൻസ്. പ്രൊഡ്യൂസേഴ്സ് റിസ്ക്, കൺസ്യൂമേഴ്സ് റിസ്ക്. സാമ്പിളിങ്ങിൻ്റെ മെയിൻ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു സാമ്പിൾ സെലക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു മൊത്തം ലോട്ട് ഓഫ് അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ ലോട്ടിൻ്റെ എക്സാക്റ്റ് പിക്ചറല്ല. മെയിനായിട്ട് 2 തരത്തിലുള്ള റോങ് ഡിസിഷനാണ് വരിക. അതിൽ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് റിസ്ക്കും മറ്റേത് കൺസ്യൂമേഴ്സ് റിസ്ക്കും. പ്രൊഡ്യൂസേഴ്സ് റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഗുഡ് ലോട്ട് മേ ബി റിജക്റ്റഡ് ഡ്യൂ ടു ദ സാമ്പിൾ സെലക്റ്റഡ് കണ്ടെയ്ൻസ് മോർ ബാഡ് വൺ. ദിസ് ഈസ് കോൾഡ് പ്രൊഡ്യൂസേഴ്സ് റിസ്ക്. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിൾസ് ബാഡ് വൺസ് ആണ്. അതായത് നല്ല സാമ്പിൾസ് അല്ല നമുക്ക് കിട്ടിയത്. പക്ഷേ ബാക്കിയുള്ള എല്ലാ പ്രോഡക്റ്റുകളും സെലക്ട് ചെയ്ത സാമ്പിൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ പ്രോഡക്റ്റുകളും നല്ലതാണെങ്കിൽ നമുക്ക് നല്ലതും കൂടി നമുക്ക് എന്ത് ചെയ്യണം, റിജക്റ്റ് ചെയ്യേണ്ടി വരും. ഇതിനെയാണ് പ്രൊഡ്യൂസേഴ്സ് റിസ്ക് എന്ന് പറയുക. കൺസ്യൂമേഴ്സ് റിസ്ക് എന്ന് പറഞ്ഞിട്ട് എ ബാഡ് ലോട്ട് മേ ബി ആക്സെപ്റ്റഡ് ബിക്കോസ് ദ സാമ്പിൾ ഡോണ്ട് മേ ബി ഗുഡ്. ദിസ് ഈസ് കോൾഡ് കൺസ്യൂമേഴ്സ് റിസ്ക്. കൺസ്യൂമേഴ്സ് റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലോട്ടിൽ ഒരുപാട് ബാഡായിട്ടുള്ള പ്രോഡക്റ്റുകളുണ്ട്, പക്ഷെ നമ്മൾ സാമ്പിളായിട്ട് എടുക്കുന്നത് നല്ലത് മാത്രമാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ബാഡായിട്ടുള്ള പ്രോഡക്റ്റിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. ഇതിനെയാണ് കൺസ്യൂമേഴ്സ് റിസ്ക് എന്ന് പറയുക. The sample usually provides less information about the product than 100% inspection. 100% ഇൻസ്പെക്ഷനേക്കാളും കുറച്ച് ഇൻഫർമേഷൻസ് മാത്രമേ നമുക്ക് സാമ്പിൾ ഇൻസ്പെക്ഷൻ നൽകുന്നുള്ളൂ. സം എക്സ്ട്രാ പ്ലാനിങ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻസ് ആർ റിക്വയർഡ്. അതുകൊണ്ട് തന്നെ സാമ്പിളിങ്ങിൽ നമ്മൾക്ക് എക്സ്ട്രാ പ്ലാനിങ്ങും ഡോക്യുമെൻറ്റേഷനും ആവശ്യമാണ്. ടേംസ് യൂസ്ഡ് ഇൻ സാമ്പിളിംഗ്. സാമ്പിളിങ്ങിൽ യൂസ് ചെയ്യുന്ന മെയിൻ ടേംസുകളാണ് താഴെ തന്നുള്ളത്. ഫസ്റ്റ്, സ്പെസിഫിക് ഡാറ്റ. It is defined as the data taken under consideration for study the quality characteristics. ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റാസാണ് സ്പെസിഫിക് ഡാറ്റ. നെക്സ്റ്റ്, സാമ്പിൾ സൈസ്. ദിസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് പീസസ് ഇൻ സെലക്റ്റഡ് സാമ്പിൾ. ഒരു പ്രോഡക്റ്റിൻ്റെ ലോട്ടിൽ നിന്ന് ഒരു പ്രോഡക്റ്റിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത സാമ്പിൾസിനെയാണ് സാമ്പിൾ സൈസ് എന്ന് പറയുന്നത്. അതായത് സെലക്ട് ചെയ്ത സാമ്പിളിൻ്റെ നമ്പേഴ്സിനെയാണ് സാമ്പിൾ സൈസ് എന്ന് പറയുക. സ്മോൾ n ആണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ലോട്ട് സൈസ്. ലോട്ട് സൈസിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ N. ദിസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് പീസസ് ഇൻ എ ഗിവൺ ലോട്ട്. ദ ലോട്ട് സൈസ് ഷുഡ് ബി ലാർജ് ആസ് പോസിബിൾ. ലോട്ട് സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ ലോട്ടിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് പീസസിനെയാണ് നമ്മൾ ലോട്ട് സൈസ് എന്ന് പറയുക. നെക്സ്റ്റ്, ആക്സെപ്റ്റൻസ് നമ്പർ. ആക്സെപ്റ്റൻസ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് C ആണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മാക്സിമം അലൗബിൾ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് പീസസ് ഇൻ സാമ്പിൾ സൈസ് N. മോർ ദാൻ C ഡിഫക്റ്റീവ് വിൽ കോസ് ദ റിജക്ഷൻ ഓഫ് ദ ലോട്ട്. അതായത് ഒരു ഡിഫക്റ്റീവ് പീസിൽ ഒരു സാമ്പിൾ സൈസിൽ നമ്മൾ സെലക്ട് ചെയ്ത സാമ്പിളിലുള്ള മാക്സിമം അലൗബിൾ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് പീസാണ് ആക്സെപ്റ്റൻസ് നമ്പർ. ആക്സെപ്റ്റൻസ് നമ്പറിൽ കൂടുതലും ഡിഫക്റ്റീവ് ആണെങ്കിൽ അതിനെ നമ്മൾ റിജക്ഷൻ ലോട്ടായിട്ട് മാറ്റും. നെക്സ്റ്റ്, റിജക്ഷൻ നമ്പർ. ദ ലോട്ട് ഈസ് റിജക്റ്റഡ് ഇഫ് ദർ ആർ മോർ ദാൻ R1 നമ്പർ ഓഫ് ഡിഫക്റ്റീവ്. ദിസ് നമ്പർ ഈസ് നോൺ ആസ് റിജക്ഷൻ നമ്പർ. റിജക്ഷൻ നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന R ആണ്. അതായത് നമ്മൾ സെലക്ട് ചെയ്ത സാമ്പിളിന് റിജക്റ്റ് ചെയ്ത നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ആണ് റിജക്ഷൻ നമ്പർ. നെക്സ്റ്റ്, ABC സ്റ്റാൻഡേർഡ് 105. A group of statistical quality control experts representing the military service of America, British and Canada has developed a sampling plan called ABC Standard 105. അമേരിക്കൻ മിലിറ്ററി സർവീസ്, അതേപോലെ ബ്രിട്ടീഷ്, കാനഡ ഇവരെല്ലാവരും കൂടി എന്ത് ചെയ്യും, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എക്സ്പേർട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഇവർ ഡെവലപ്പ് ചെയ്ത് ഒരു സാമ്പിളിംഗ് പ്ലാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സാമ്പിളിംഗ് പ്ലാനിനെയാണ് നമ്മൾ ABC സ്റ്റാൻഡേർഡ് 105 എന്ന് വിളിക്കുന്നത്. ദിസ് ഡോക്യുമെൻറ്റ് കണ്ടെയ്ൻ സാമ്പിളിംഗ് പ്രൊസീജിയേഴ്സ് ആൻഡ് റെഫറൻസസ് ടേബിൾസ് ഫോർ യൂസ് ഇൻ പ്ലാനിങ് ആൻഡ് ഇൻസ്പെക്ഷൻ. ഈ ഡോക്യുമെൻറ്റിൽ പ്രധാനമായിട്ടും പറയുന്നത്
പ്ലാനിങ്ങിനും ഇൻസ്പെക്ഷനുള്ള സാമ്പിളിംഗ് പ്രൊസീജിയറും അതുപോലെ അതിൻ്റെ റെഫറൻസ് ടേബിൾസുമാണ്. ABC Standard 105 plans are based on the acceptance quality level and provide protection of producers against rejecting good lots by consumer. ABC Standard 105 plans പ്രധാനമായിട്ടും ബേസ് ചെയ്തത് ആക്സെപ്റ്റൻസ് ക്വാളിറ്റി ലെവലിനെ ബേസ് ചെയ്തിട്ടാണ്. ആക്സെപ്റ്റൻസ് ക്വാളിറ്റി ലെവൽ അഥവാ AQL. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഒരു ലോട്ടിലുള്ള നല്ല പ്രോഡക്റ്റുകൾ റിജക്റ്റ് ചെയ്യുന്നതിന് എതിരായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഓഫ് പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ചാണ്. അതിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ABC Standard 105 പ്ലാൻസ്. നെക്സ്റ്റ് കോമൺലി യൂസ്ഡ് സാമ്പിളിംഗ് പ്ലാൻസ്. ഫസ്റ്റ് വൺ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. The selection purely depends on chance. So the personal bias of the investigator will not be present in the sample selected. Simple random sampling അതായത് ഒരു പോപ്പുലേഷൻ, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എന്ത് ചെയ്യുക, സാമ്പിൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്തിട്ട് ഇൻസ്പെക്ട് ചെയ്യുക. ഇതിൽ ഓരോ മെമ്പർക്കും, ഒരു ഗ്രൂപ്പിലെ ഓരോ മെമ്പറിനും ഈക്വൽ ചാൻസ് ആണ് ഉള്ളത്. ഇത് ഒരു ചാൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നത്. Next is stratified sampling. In this method, we first divide the population into different subpopulations according to certain characteristics known as stratas, such that items in each strata are homogeneous. Stratified sampling എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പോപ്പുലേഷൻ അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് സബ് ഗ്രൂപ്പായിട്ട് തരംതിരിക്കും. ഈ ഓരോ സബ് ഗ്രൂപ്പായിട്ട് തരംതിരിക്കുന്നത് ഓരോന്നിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചാണ്. ഈ ഓരോ സബ് ഗ്രൂപ്പിനെയാണ് നമ്മൾ സ്ട്രാറ്റാസ് എന്ന് പറയുക. ഓരോ സ്ട്രാറ്റയും ഹോമോജീനിയസ് ആയിരിക്കും. അതായത് ഒരു സ്ട്രാറ്റിലുള്ള പ്രോഡക്റ്റിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും എന്തായിരിക്കും, ഒരുപോലെ ആയിരിക്കും. എന്നിട്ട് ഓരോ സ്ട്രാറ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും, സിമ്പിൾ റാൻഡം മെത്തേഡിൽ നമ്മൾ സാമ്പിൾസ് എന്ത് ചെയ്യും, സെലക്ട് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യും, ഇൻസ്പെക്ട് ചെയ്യും. സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. Next, systematic sampling. This method is made by drawing an item at a regular intervals, that is measured in time, order or space. Systematic sampling നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഐറ്റം നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് റെഗുലർ ഇൻ്റർവെല്ലിൽ നമ്മൾ ഓരോ ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുക, ഡ്രോയിങ് ചെയ്യുക. അതായത് അതിൻ്റെ ടൈം മെഷർ ചെയ്യുക, അതുപോലെ ഓർഡർ, സ്പേസ്. Next, cluster sampling. When the lot submitted for inspection consists of certain group or cluster of item, it may be advantageous to select a few cluster of items and then examine all the items in the selected cluster. ക്ലസ്റ്റർ സാമ്പിളിങ്ങിൽ നമ്മൾ ഓരോ ലോട്ടും എന്ത് ചെയ്യുക, ഇൻസ്പെക്ഷൻ വേണ്ടിയിട്ട് ഓരോ സെർട്ടൈൻ ഗ്രൂപ്പായിട്ടോ ഒരു സെർട്ടൈൻ ക്ലസ്റ്ററായിട്ടോ നമ്മൾ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ച് ക്ലസ്റ്റർ ഉണ്ടാവുള്ളൂ. ഓരോ ഐറ്റംസിൻ്റെയും കുറച്ച് ക്ലസ്റ്റർ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ഐറ്റംസിനെയും നമുക്ക് സെലക്റ്റഡ് ക്ലസ്റ്റർ ഐറ്റമിനെ നമുക്ക് എക്സാമിൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് സാമ്പിളിംഗ് പ്ലാൻ. ഫസ്റ്റ് വൺ, സിംഗിൾ സാമ്പിളിംഗ് പ്ലാൻ. When the decision on acceptance or rejection of the lot is made on the basis of only one sample, the acceptance plan is known as single sampling plan. സിംഗിൾ സാമ്പിളിംഗ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോട്ടിൻ്റെ ആക്സെപ്റ്റൻസും റിജക്ഷൻസും ബേസ് ചെയ്തിട്ടുള്ള ഒരു സാമ്പിളിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ, ഒരൊറ്റ സാമ്പിൾ ലോട്ടിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അതിന് നമ്മൾ സിംഗിൾ സാമ്പിളിംഗ് പ്ലാൻ എന്ന് പറയും. Next, double sampling plan. The double sampling plan, the decision on acceptance or rejection of the lot is based on two lots. ഡബിൾ സാമ്പിളിംഗ് പ്ലാനിൽ ഒരു ലോട്ടിൻ്റെ റിജക്ഷനോ അല്ലെങ്കിൽ ആക്സെപ്റ്റൻസോ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് ലോട്ടുകളെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അതിനെ ഡബിൾ സാമ്പിളിംഗ് പ്ലാൻ എന്ന് പറയും. നെക്സ്റ്റ്, മൾട്ടിപ്പിൾ സാമ്പിളിംഗ് പ്ലാൻ. This is an extension of the double sampling plan. This is generally used when 3 or more samples of stated size are permitted and when the decision on acceptance or rejection must be reached after the stated number of samples.
മൾട്ടിപ്പിൾ സാമ്പിൾ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ സാമ്പിൾ പ്ലാൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. അതായത് ഇതിൽ മൂന്നിൽ കൂടുതലോ സാമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് ഒരു പ്രോഡക്റ്റിൻ്റെ ഡിസിഷൻ ആക്സെപ്റ്റൻസും റിജക്ഷൻസും പറയണമെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ സാമ്പിളിംഗ് പ്ലാൻ എന്ന് പറയും. താങ്ക് യു.